ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു റമ്യാസ് ഈട്രി. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ബ്രോഡ്വേയിലോട്ടാണ്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. അവിടെ ഈ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ധാരാളം ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ കിട്ടും. ധാരാളം കാഴ്ചകളും അവിടെ നല്ല നല്ല കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടപ്പള്ളിയിൽ നിന്നാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. അപ്പോൾ വഴിയോരത്തൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാ കടകളിലും ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ്. ഇത് സ്വയംവര സിൽക്സ് ആണ് ഇവിടുത്തെ എടപ്പള്ളിയിലെ. ഇതാ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് എറണാകുളത്തിൻ്റെ സ്വന്തം ലുലു മോള്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ട് ബ്രോഡ്വേയിലോട്ട്. ഇപ്പോൾ നമ്മൾ ബ്രോഡ്വേയിലെത്തി. നമുക്ക് വണ്ടിയൊന്നും അതിനകത്തോട്ട് കയറ്റാനായിട്ട് പറ്റില്ല, കാരണം റോഡിന് വീതി കുറവാണ്. അത് മാത്രമല്ല നല്ല റഷും ആയിരിക്കും. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴിയോരത്തൊക്കെ നല്ല രീതിയിൽ കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ധാരാളം കാഴ്ചകളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്നതാണ് ഈ പാം ട്രീ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് അല്പം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇതിനകത്തോട്ട് നമ്മൾ സ്ട്രീറ്റിനകത്തോട്ടാണ് കയറുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ക്രിസ്മസിന് പറ്റുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. ഇത് ആദ്യത്തെ ഒരു ഷോപ്പാണ്. ഇത് കണ്ടില്ല, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എന്തുമാത്രം ഐറ്റംസാണ് ഉള്ളതെന്ന്. 100 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടാനുണ്ട്. നമുക്ക് ക്രിസ്മസ് ട്രീക്ക് പറ്റിയത്, അതുപോലെ ക്രിസ്മസ് റീത്തിൽ വെക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. ഇതിപ്പോൾ രണ്ടാമത്തെ ഷോപ്പാണ്. അവിടെ ഇതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസും ക്രിസ്മസ് റീത്തുകളൊക്കെ വിൽക്കാനുണ്ട്. അപ്പോൾ അവിടെ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അടുത്ത ഷോപ്പിലോട്ട് നീങ്ങിയപ്പോൾ അവിടെ ഫുള്ളിങ്ങനെ ക്രിസ്മസ് റീത്തുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പക്ഷേ വില 350 രൂപയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇവിടെ ക്രിസ്മസ് പുൽക്കൂടിന് പറ്റിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ലുണ്ട്, അതിന് 350 രൂപയാണ്. അപ്പോൾ വീണ്ടും മുന്നോട്ട് നടക്കുവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, LED സ്റ്റാറാണ്. അപ്പോൾ ഇത്തവണത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റാറാണ്. 200 രൂപയേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. ഓരോ സ്ട്രീറ്റിനകത്തൂടെ തന്നെയാണ് മറ്റുള്ള സ്ട്രീറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ ഫുള്ള് ഇതുപോലെയുള്ള ലൈറ്റുകളാണ്. ഇതുപോലെയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്, മഞ്ഞ നിറത്തിലുള്ള. അതുപോലത്തെ സാധാരണ നമ്മുടെ സീരിയസ് സെറ്റുകളും ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ ഞാൻ ക്രിസ്മസ് റീത്ത് കണ്ടതാണ്. ഇപ്പോൾ 150 രൂപ ഇതിന് വരുന്നുള്ളൂ. താഴെയുള്ളത് കുറച്ച് എക്സ്പെൻസീവാണ്, 450 രൂപയുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ തന്നെ ധാരാളം ഇതുപോലുള്ള ക്രിസ്മസ് ബോൾസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കടയിൽ ഞാൻ ഇതുപോലുള്ള ക്രിസ്മസ് ബോൾസ് കണ്ടില്ല. അത്രയും ഡെക്കറേറ്റീവ് കളക്ഷനാണ്. 150 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ നിന്ന് കുറച്ച് വാങ്ങി. അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അടുത്ത സ്ട്രീറ്റിലോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് സ്റ്റാറുകളുടെ കളക്ഷനാണ്. അതുപോലെ തന്നെ സീരിയൽ സെറ്റുകളും ഇവിടെ ധാരാളമുണ്ട്. 100 രൂപയ്ക്കും അതുപോലെ 200 രൂപയ്ക്കും ഇടയിൽ വരുന്ന സ്റ്റാറുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. എല്ലാം ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന സ്റ്റാറുകളാണ്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ തന്നെയുള്ള സ്റ്റാറുകളാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായി. ഒരു 6 മണി സമയം ആകുമ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ ഷോപ്പിലെയും എല്ലാ സ്റ്റാറും ഇതുപോലെ തെളിച്ചിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ ആളുകൾക്ക് മേടിക്കാനും സെലക്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി സൗകര്യമുണ്ട്. സ്റ്റാറിനോടൊപ്പം തന്നെ ഈ കടകളെല്ലാം തന്നെ പല ടൈപ്പിലുള്ള ലൈറ്റുകളാണുള്ളത്, പല ഷേപ്പിലുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു സ്റ്റാറിൻ്റെ ലൈറ്റ് മൾട്ടി കളറിൽ വരുന്ന ലൈറ്റാണ്. 275 രൂപയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടമായി, ഞങ്ങളത് വാങ്ങി. അപ്പോൾ ഇത് അടുത്ത സ്ട്രീറ്റിലോട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ അധികം റഷ് ഇല്ലാത്തൊരു സ്ട്രീറ്റാണ്. ഈ കാണുന്ന സ്റ്റാറുകൾക്കൊക്കെ എല്ലാം 125 രൂപയിൽ വരുന്ന സ്റ്റാറുകളാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചിൽ വരുന്ന സ്റ്റാറുകളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ. സ്റ്റാറൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിൽ വന്നതാണ്. ഇവിടെ ഫുള്ളിങ്ങനെ പുൽക്കൂടിൻ്റെ സെറ്റുകളാണ്. ഇവിടെ 450 രൂപയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ പുൽക്കൂടിൽ വെക്കുന്ന രൂപങ്ങളും ഇവിടെ ഉണ്ട്. ഇത് പക്ഷേ അല്പം വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ രൂപങ്ങൾക്ക് വലിയൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. അടുത്ത ഷോപ്പിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള രൂപങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോ കടയിലും ഓരോ വിലയായിരിക്കും ഇവിടെ ഉള്ളത്. നമ്മൾ നോക്കിയാണ് വാങ്ങേണ്ടത്. ഇതുപോലെ ഉണ്ണീശേനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ താഴെയുള്ളതിന് 180 രൂപ, അതിൻ്റെ മുകളിലത്തേന് 150, ഏറ്റവും ചെറുതിന് 80 രൂപ. പിന്നെ ഇത് വേറൊരു സെറ്റാണിത്. ഇത് 650 രൂപയിൽ വരുന്ന ചെറിയൊരു സെറ്റാണ്. പിന്നെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ലൈറ്റുകളാണ്. 50 രൂപയൊക്കെ വരുന്നുള്ളൂ. പിന്നെ മുന്നോട്ട് നടക്കും തോറും കേക്കിൻ്റെ ടിന്നുകളാണ്, അലൂമിനിയത്തിൻ്റെ, വളരെ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് മറ്റൊരു കടയാട്ടോ. ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. ഓരോന്നിനും ഫിക്സഡ് റേറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബെല്ലിന് 5 രൂപയാണ്. നമ്മൾ എത്ര എണ്ണം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി. ഇത് ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് ഈ ഒരു കടയിൽ കൂടുതലായിട്ടുള്ളത്. സ്റ്റാർ, ബോൾസ്, പിന്നെ അതുപോലെ തന്നെ റിബൺ, പിന്നെ ഗോൾഡനും സിൽവർ സ്റ്റാർസ്, അങ്ങനെ പല പല ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. നമ്മൾ എടുക്കുന്നതിന് മാത്രം കൗണ്ട് ചെയ്തിട്ട് പൈസ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് അതുപോലെ വേണമെങ്കിൽ വാങ്ങാം. ഇത് കണ്ടത് മേറി ക്രിസ്മസിന് ഇതിന് 10 രൂപയേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിൽ വന്നതാണ്. ഇവിടെ ഫുള്ള് ഇതുപോലെ തന്നെ സ്റ്റാറുകളാണ്. 100-നും 200-നും ഇടയിലുള്ള സ്റ്റാറുകൾ തന്നെയാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ.
ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റാറിൻ്റെ. ഇതിവിടുത്തെ മറ്റൊരു സ്ട്രീറ്റ് ആട്ടോ. ഇവിടെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ്, തൊപ്പി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ സോഫ്റ്റ് ടോയ്സ്, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏത് സൈസിലുള്ള സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. കുറച്ച് ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങി. 250 രൂപയെ അതിന് വന്നുള്ളൂ. ഇത് ഇവിടുത്തെ തകൃതിയായിട്ട് നടക്കുന്ന മറ്റൊരു കച്ചവടമാണ്. വേറൊന്നുമല്ല, നമ്മുടെ മാസ്ക് കച്ചവടമാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മാസ്കാണ്. 25 രൂപയെ ഇതിന് വരുന്നുള്ളൂ. ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള സാന്റാ മാസ്കാണ്. അപ്പോൾ അതൊരെണ്ണം ഞാൻ വാങ്ങി. 25 രൂപയിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല തുണിയിലുള്ള കോട്ടൺ മാസ്കാണത്. ഇവിടെ തന്നെ കണ്ടില്ലേ, സോഫ്റ്റ് ടോയ്സിൽ വരുന്നതാണ് സാന്റ. ഇത് 250 രൂപയിൽ വരുന്ന സോഫ്റ്റ് ടോയ്സിൽ വരുന്ന സാന്റയാണ്. അതുപോലെ തന്നെ ടെഡി ബെയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മറ്റൊരു സ്ട്രീറ്റാണ്. ഇവിടെ ഫുള്ള് വരുന്നത് LED സ്റ്റാർസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ LED സ്റ്റാർസിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 രൂപയിലാണ്. 300 രൂപ മുതൽ 500 രൂപ വരെയുള്ള സ്റ്റാറുകളാണ് ഉള്ളത്. എവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് LED സ്റ്റാർ വാങ്ങാൻ കിട്ടും. അപ്പോൾ പല ഷേപ്പിലും പല ടൈപ്പിലുള്ള സ്റ്റാറുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ 300 രൂപയിൽ വരുന്ന സ്റ്റാറുകളാണ്. LED സ്റ്റാറുകൾ തന്നെയാണ് എല്ലാം. നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് സ്റ്റാറാണ്. 200 രൂപയുടെ മൾട്ടി കളറിൽ വരുന്ന സീരിയൽ സെറ്റുകളാണ്. ഈ ഒരു കടയിൽ ധാരാളമായിട്ട് LED സ്റ്റാറുണ്ട്. എല്ലാം 300-നും 400-നും റേഞ്ചിനിടയിൽ വരുന്നതാണ്. ഇത് അതിന് തൊട്ടപ്പുറത്തുള്ളൊരു കടയാണ്. അവിടെ ഇതുപോലെ തന്നെ LED സ്റ്റാറുണ്ട്. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് എല്ലാം വരുന്നത്. പിന്നെ ഈ ഒരു കടയിൽ ഒരുപാട് ക്രിസ്മസ് ട്രീസും അവൈലബിൾ ആണ്. എല്ലാം വലിയ ട്രീസ് മാത്രമേ ഉള്ളൂ, ചെറുതെല്ലാം തീർന്നെന്നാണ് അവർ പറഞ്ഞത്. എല്ലാം 1000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ട്രീസാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്സും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുവാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് തിരിച്ച് എടപ്പള്ളിയിലോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. അത് ഇവിടുത്തെ എടപ്പള്ളി പള്ളിയാണ്. സാധാരണഗതിയിൽ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ടൈം ആകുമ്പോൾ ഈ എടപ്പള്ളി പള്ളി കാണാൻ തന്നെയുള്ള ഒരു കാഴ്ചയാണ്. ഫുള്ള് ലൈറ്റ് ആയിരിക്കും അവിടെ. ആ ഒരു പള്ളിയുടെ ഗ്രൗണ്ട് മുഴുവൻ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാലാരിവട്ടം ക്രോസ് ചെയ്ത് ഇതായിപ്പോൾ എടപ്പള്ളി പള്ളിയുടെ ഗ്രൗണ്ടിലോട്ട് കയറുവാണ്. ഇതാണ് നമ്മുടെ എടപ്പള്ളി പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഫുള്ള് ലൈറ്റാണ്. അപ്പോൾ അതിനകത്തോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. അപ്പോൾ പള്ളിക്കകത്ത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. കണ്ടോ, അവിടെയുള്ള എല്ലാ ആ ഒരു പാമിലും ഫുള്ള് ലൈറ്റ്, യെല്ലോ കളറിലെ ലൈറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് മരം ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ചെറിയ പഴയ പള്ളിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് വലിയ പള്ളി. അപ്പോൾ രണ്ടും എല്ലാം ലൈറ്റിൽ കവർ ചെയ്തിരിക്കുകയാണ്. ഈ പള്ളിയിലകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണുള്ളത്. പിന്നെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എറണാകുളത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇത് നമ്മൾ പള്ളിയിലകത്തോട്ട് കയറുമ്പോൾ ഒരു പന്തൽ പോലെ ഇങ്ങനെ ലൈറ്റിങ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു ലൈറ്റിങ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൗണ്ട് മുഴുവൻ ചെയ്തിരുന്നു. ഇത്തവണ മരത്തിൽ മാത്രമായിട്ട് അവരിട്ടതാണ്. അപ്പോൾ പള്ളിയെല്ലാം അടച്ചിരിക്കുകയാണ് ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷൻ കാരണം. പുറത്തുനിന്ന് ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് നിറയെ LED സ്റ്റാർസാണ്. കണ്ടോ, എല്ലാ LED സ്റ്റാർസാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് പുൽക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ചെറിയൊരു കിണറുണ്ട്. അപ്പോൾ അത് ആളുകൾ കുടിക്കാനോ അതുപോലെ അസുഖത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ടിരിക്കുകയാണ് കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണം. അപ്പോൾ സൈഡിൽ നിറയെ മരങ്ങളാണ്. അവിടെ മുഴുവൻ ഇതുപോലെ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അത്തിമരമാണ്. അപ്പോൾ നിറയെ അത്തിപ്പഴമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, അതിന് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പോയിരിക്കുന്നതാണ്. പുറത്തുനിന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഏകദേശം ഒരു 10 മണിയോളമായി. ഞങ്ങൾ ഡിന്നറൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ആഴ്ച തന്നെ മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.